യുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയാണ് ഉർവശി. മോഹൻലാലിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന അഭിനയവുമായി ഉർവശി കയ്യടി നേടിയ രംഗങ്ങൾ ഒരുപാടാണ്. കോമഡിയൊക്കെ ഉർവശിയോളം അനായാസത്തോടെ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു നായിക നടിയുണ്ടാകില്ല. വൈകാരിക രംഗങ്ങളിൽ കണ്ടിരിക്കുന്നവരെ കൂടെ കരയിപ്പിക്കാൻ ഉർവശിക്ക് സാധിക്കും. ഹിറ്റുകൾ നിരവധിയുള്ള കരിയറാണ് ഉർവശിയുടേത്. ഒരു കാലത്ത് മലയാളത്തിലും തമിഴിലുമെല്ലാം ഓടി നടന്ന് അഭിനയിച്ചിരുന്ന താരമാണ് ഉർവശി. സൂപ്പർ താരങ്ങളെന്നോ ചെറിയ നടന്മാരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒപ്പവും അഭിനയിച്ച് ഹിറ്റുകൾ സമ്മാനിച്ച താരം. എല്ലാ അർത്ഥത്തിലും മലയാള സിനിമയിലെ സൂപ്പർ താരമായിരുന്നു അന്ന് ഉർവശി. ഒരിടവേളയ്ക്ക് ശേഷം ഉർവശി ഇപ്പോഴിതാ വീണ്ടും സജീവമായി മാറിയിരിക്കുകയാണ്. മലയാളത്തിലും തമിഴിലുമെല്ലാം ഞെട്ടിക്കുന്ന പ്രകടനങ്ങൾ ഉർവശി തിരിച്ചുവരവിൽ തന്നിട്ടുണ്ട്. ഇപ്പോഴിതാ ഉർവശിയെക്കുറിച്ചുള്ള നടി മാലാ പാർവതിയുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. തന്നെ സംബന്ധിച്ച മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് ഉർവശി എന്നാണ് ലാലാ പാർവതി പറയുന്നത്. മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ ആരാണ് എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് മാലാ പാർവതി. തനിക്ക് മഞ്ജു വാര്യരെ ഇഷ്ടമാണെന്നും എന്നാൽ തന്നെ സംബന്ധിച്ച സൂപ്പർ സ്റ്റാർ എന്നാൽ ഉർവശി തന്നെയാണെന്നും മാലാ പാർവതി പറയുന്നു. തീർച്ചയായും ഉർവശി എന്തൊരു നടിയാണ് അവർ. എനിക്ക് മഞ്ജുവിനെ ഇഷ്ടമാണ്. തീർച്ചയായും ഒരു താരമെന്ന നിലയിൽ മഞ്ജു വാര്യർ തന്നെയാണ്. പക്ഷേ ഉർവശി എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് തന്നെയാണ്. ഓരോ പടങ്ങളും എടുത്തു നോക്കൂ. മിഥുനത്തിൽ ആ മൂക്കൊക്കെ ചുവന്ന് വരുന്നത് എങ്ങനെയാണോ എന്തോ. ക്യാമറയുടെ മുന്നിൽ കയറി നിന്നാലേ അവർ എന്തുവാണെന്ന് നമുക്ക് അറിയൂ. അൾട്ടിമേറ്റ് ആണ് എന്നാണ് മാലാ പാർവതി പറയുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് ഉർവശി മലയാളത്തിലേക്ക് തിരിച്ചുവരവ്. സൂര്യയുടെ അമ്മയായി സൂര്യരെ പൊട്രെ എന്ന ചിത്രത്തിലും മിന്നും പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഉർവശി. തുടർന്ന് മലയാളത്തിലും തമിഴിലുമെല്ലാം സജീവമായി മാറുകയായിരുന്നു. ജലധാര, പമ്പ് സെറ്റ് സിൻസ് 1962 ഉർവശിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ഉള്ളൊഴുക്ക്, ഹെയർ എന്നീ സിനിമകളാണ് മലയാളത്തിൽ അണിയറയിലുള്ളത്. അപ്പത്ത എന്ന തമിഴ് ചിത്രത്തിലൂടെ ഈ അടുത്ത് OTTയിലും ഉർവശി ശ്രദ്ധ നേടിയിരുന്നു. നിരവധി സിനിമകളാണ് അണിയറയിലുള്ളത്. മലയാളത്തിനും തമിഴിനും പുറമെ തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലുമെല്ലാം ഉർവശി അഭിനയിച്ചിട്ടുണ്ട്.